നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പവർ ആംപ്ലിഫയറിനെ കുറിച്ചാണ്. 3 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് എ ബി, ക്ലാസ് സി. അതിൽ ക്ലാസ് എനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഒന്നും കൂടെ റിവ്യൂ പറയുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം. ഇതാണൊരു സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, നമ്മുടെ ട്രാൻസിസ്റ്റർ ഇവിടെ കാണിച്ചിരിക്കുന്നു അല്ലേ. അപ്പോൾ ക്ലാസ് എ ആംപ്ലിഫയർ ആകുമ്പോൾ 360 ഡിഗ്രി കണ്ടക്ഷൻ ആംഗിളാണ്, അതായത് കംപ്ലീറ്റ് ഇൻപുട്ട് സൈക്കിളിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ അതിൻ്റെ പവർ ഡയഗ്രാമൊക്കെ വരച്ച് കാണിച്ചു. ആദ്യം ഓരോന്നിലൂടെയുള്ള പവർ ഡിസിപ്പേഷൻ പറഞ്ഞു. ആദ്യം ടോട്ടൽ എത്ര കിട്ടുന്നു, ടോട്ടൽ ബാറ്ററിയിൽ നിന്നും എത്ര പവർ ഡ്രോ ചെയ്യുന്നു, അതാണ് ഇൻപുട്ട് പവർ. അതെന്ന് പറയുന്നത് VCC × ICQ ആണ്. ഇനി ആ പവർ 2 കാര്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരു പോർഷൻ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്ക് ഈ പിക്ചർ കണ്ടാൽ തന്നെ അറിയാം. ഇവിടെ നിന്ന് ഡ്രോ ചെയ്യുന്ന കംപ്ലീറ്റ് പവർ ഒരു പോർഷൻ ഇവിടെ എന്താകുന്നു, ഡ്രോപ്പ് ആകുന്നു. ബാക്കി പോർഷൻ മാത്രമാണ് ട്രാൻസിസ്റ്ററിലേക്ക് കിട്ടുന്നത്. ആ ട്രാൻസിസ്റ്ററിൽ കിട്ടുന്ന ഒരു ഭാഗം ട്രാൻസിസ്റ്ററിൽ കളക്ടർ റീജിയനിൽ ഡിസിപ്പേറ്റ് ആകുന്നു. ബാക്കിയുള്ളത് മാത്രമാണ് നമ്മുടെ AC പവർ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതായത് നമ്മുടെ കൊടുത്ത AC സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന പവർ എന്ന് പറയുന്നത് ഈ ട്രാൻസിസ്റ്ററിന് അക്രോസ് കിട്ടുന്ന പവറിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ പവർ ഡിവിഷനൊക്കെ പറഞ്ഞതാണ്. ഈ ടോട്ടൽ പവറിനെ ഏതൊക്കെ രീതിയിൽ അല്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കാണിക്കാം. കംപ്ലീറ്റ് വരുന്ന പവർ ഒന്നെന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്ററിൽ കുറച്ച് ഡ്രോപ്പ് ആകുന്നു, ബാക്കിയുള്ളത് ട്രാൻസിസ്റ്ററിലേക്ക് പോകുന്നു. ട്രാൻസിസ്റ്ററിൽ പോകുന്ന പവറിൻ്റെ ഒരു ഭാഗം ട്രാൻസിസ്റ്ററിലെ കളക്ടർ റീജിയനിൽ ലോസ് ആകുന്നു. ഓക്കെ, ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ആകുന്നു. ബാക്കിയുള്ളത് മാത്രമാണ് AC പവർ ഔട്ട്പുട്ടായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാം, നമുക്ക് എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കാൻ പറ്റിയാൽ, ഇത് ഇല്ലാതാക്കിയാൽ ഈ കംപ്ലീറ്റ് പവറും എവിടേക്ക് എത്തിക്കാനായിട്ട് പറ്റും, നമ്മുടെ ട്രാൻസിസ്റ്ററിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പവർ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ പകുതി ഒന്ന് പകുതി ലോസ് ആവും, ബാക്കി പകുതി എന്താകും, ACയുടെ ഔട്ട്പുട്ട് പവർ, ഔട്ട്പുട്ട് AC പവറാക്കി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് കൂട്ടണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് എന്താണ്, ഇത് ഇല്ലാതാക്കണം, റെസിസ്റ്ററിലൂടെയുള്ള ലോസ് ഇല്ലാതാക്കണം. അപ്പോൾ നമ്മൾ അവിടെ ഒരു റെസിസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കളക്ടറിൽ കണക്റ്റ് ചെയ്യുന്നത് ഒരു റെസിസ്റ്റർ തന്നെയാണെങ്കിൽ, ഇതേപോലെ ഒരു റെസിസ്റ്റർ തന്നെയാണെങ്കിൽ ഇവിടുന്ന് വരുന്ന DC അല്ലേ, VCC എന്ന് വരുന്ന DC ആണ്, എന്തായാലും അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ റെസിസ്റ്ററിന് പകരം DC വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാക്കാത്ത എന്തെങ്കിലും ഒന്ന് അവിടെ വെക്കണം. അങ്ങനെ DC പാസ് ചെയ്താലും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാത്ത ഒരു കമ്പോണൻ്റാണ് ട്രാൻസ്ഫോമർ. അപ്പോൾ നമ്മൾ ഈ കളക്ടർ റെസിസ്റ്ററിന് പകരം ഒരു ട്രാൻസ്ഫോമറാണ് അവിടെ കണക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഈ പവർ ലോസ്, ഈ റെസിസ്റ്ററിനെക്രോസുള്ള കളക്ടർ റെസിസ്റ്ററിനെക്രോസുള്ള പവർ ലോസ് ഒഴിവാക്കാനാകും. കംപ്ലീറ്റ് ഇൻപുട്ട് പവറും എവിടേക്ക് എത്തിക്കാൻ പറ്റും, ട്രാൻസിസ്റ്ററിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പഠിക്കാനുള്ളത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയർ. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും, ഡയറക്റ്റ് കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയർ. ശ്രദ്ധിച്ചോളുക, അതർവൈസ് മെൻഷൻ ചെയ്തില്ല എങ്കിൽ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആണ് എന്ന് മെൻഷൻ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ സർക്യൂട്ട് ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് കപ്ലിംഗ്. റെസിസ്റ്റർ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് കളക്ടറിലേക്ക്. അങ്ങനെ അല്ല എങ്കിൽ, ട്രാൻസ്ഫോമർ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനെ സ്പെസിഫൈ ചെയ്തു പറയും, അതിനൊരു പേരുണ്ട്, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയർ. അപ്പോൾ നോക്കുക, ഇവിടെ എന്തില്ല, കളക്ടർ റെസിസ്റ്റൻസ് ഇല്ല, അതിന് പകരം ഒരു ട്രാൻസ്ഫോമർ കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ദ മെയിൻ റീസൺ, ജസ്റ്റ് ഇതൊന്ന് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ,
The main reason for the poor efficiency of a direct coupled Class A amplifier is the large amount of DC power that the resistive load in the collector must dissipate. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ പവർ എഫിഷ്യൻസിയൊക്കെ കണ്ടതാണ്. 25% ഒക്കെ വരുന്നുള്ളൂ. ഓക്കെ, ഡയറക്റ്റ് കപ്പിൾഡിൻ്റെ, അതായത് റെസിസ്റ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് മാക്സിമം എഫിഷ്യൻസി 25% ഒക്കെ കിട്ടുന്നുള്ളൂ അല്ലേ. നമ്മളത് കണ്ടുപിടിച്ച് വെച്ചതാണ്. ഓവറോൾ എഫിഷ്യൻസി എത്രയൊക്കെ വരുന്നുള്ളൂ, അത് ഒരു സെക്കൻഡ്, അത് ഇതിനകത്ത് ഉണ്ടോ? ഇല്ല, ഇതിലില്ല. 25% നോക്കിയാൽ മതിയേ. കഴിഞ്ഞ ലെക്ചറിൽ പോയി നോക്കാം. അപ്പോൾ അതിൽ കാണിച്ചിട്ടുണ്ട് മാക്സിമം 25% എന്ത് വരുന്നുള്ളൂ, ഡയറക്റ്റ് കപ്പിൾഡ് ക്ലാസ് എ ആംപ്ലിഫയറിൻ്റെ എഫിഷ്യൻസി വരുന്നുള്ളൂ. ഓക്കെ, ഏതാണ് കംപ്ലീറ്റ് ഓവറോൾ എഫിഷ്യൻസിയാണ്, കളക്ടർ എഫിഷ്യൻസി അല്ല. ഓവറോൾ എഫിഷ്യൻസി 25% മാത്രമേ വരുന്നുള്ളൂ. അതേപോലെ തന്നെ ഓവറോൾ എഫിഷ്യൻസിയും കളക്ടർ എഫിഷ്യൻസിയും ഡിഫറൻ്റ് ആണ്. ഏതിന്? RC ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, കളക്ടറിൽ റെസിസ്റ്ററാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഓവറോൾ എഫിഷ്യൻസിയും കളക്ടർ എഫിഷ്യൻസിയും ഇതെല്ലാം കഴിഞ്ഞ ലെക്ചറിൽ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയി നോക്കുക. ഓക്കെ, അപ്പം അത് രണ്ടും ഡിഫറൻ്റ് ആണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് മാക്സിമം 25% കിട്ടുന്നുള്ളൂ എന്നാണ് കണ്ടത്. അപ്പോൾ അതിന് കാരണം എന്തായിരുന്നു? ആ റെസിസ്റ്ററിലൂടെയുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ്. ആ റെസിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പാണ്. അപ്പോൾ അതിനെങ്ങനെ സോൾവ് ചെയ്യാം? This problem can be solved by using a suitable transformer for coupling the load to the amplifier stage. അപ്പോൾ ഇതിനെങ്ങനെ ഒഴിവാക്കാം? ഇവിടെ റെസിസ്റ്ററിന് പകരം എന്തുപയോഗിക്കുക? ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക. ഓക്കെ, സിൻസ് ദ ലോഡ് ഈസ് നോട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ദ കളക്ടർ ടെർമിനൽ, the DC collector current does not pass through it. അപ്പോൾ ഈ സർക്യൂട്ടിൽ നമുക്ക് എവിടെയാണ് ലോഡ് കിടക്കുന്നത്? ഇവിടെയാണ് ലോഡ് കേട്ടോ. ഇതാണ് നമ്മുടെ RL ലോഡ്. അതിന് അക്രോസാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഈ ലോഡ് എങ്ങനെ അല്ല നമ്മുടെ കളക്ടറിലേക്ക്, ഇവിടേക്ക് ഒരു ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല. നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ തന്നെ അറിയാം, ഇത് രണ്ടും ഐസൊലേറ്റഡ് ആണല്ലേ. കണ്ടോ, ഇതിനിടയിൽ വേറെ കണക്ഷൻ ഇല്ല, ഇവിടെ ഒന്നുമില്ലല്ലോ, ഐസൊലേറ്റഡ് ആണ്. അപ്പോൾ ഈ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ടും ഇതും തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ്. നിങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് തമ്മിലൊരു കണക്ഷൻ വരുന്നത്. അല്ലാതെ ഇതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ല ഏതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നത്? ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സെയിം കറണ്ട് അല്ല. എന്ത് ചെയ്യുന്നു? ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇതിലൊരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് കറണ്ടാണ് ഇപ്പോൾ ലോഡിന് അക്രോസ് കിട്ടുന്നത്. സെയിം കറണ്ട് അല്ല. പറയുന്നത് ക്ലിയറായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഇതിലൂടെ ഈ കളക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ല ഇവിടെ കൂടെ ഫ്ലോ ചെയ്യുന്ന, ഈ ലൂപ്പ് വഴി ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ഇതിലൂടെ ഒഴുകുന്ന കറണ്ടിന് ഒരു വേരിയേഷൻ വരുന്നത് കൊണ്ട് ഇവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. സെയിം കറണ്ട് അല്ല. ഓക്കെ, അപ്പോൾ എന്താണ്? ഈ ലോഡ് ഇതിലേക്ക് ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല. ഡയറക്റ്റ് കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ നിന്ന് വരുന്ന DC കറണ്ട് ഉണ്ടല്ലോ, ബാറ്ററിയിൽ നിന്ന് വരുന്ന DC കറണ്ട് ലോഡ് വഴി ഫ്ലോ ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് എന്തൊഴിവാക്കാം? ആ റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടായ, അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ഉണ്ടായ വോൾട്ടേജ് ഡ്രോപ്പ് ഒഴിവാക്കാനായിട്ട് പറ്റും. കാരണം ഇവിടെ നിന്നും ഇപ്പുറത്തേക്ക് എത്തുന്നത്, ഇവിടെ നമ്മുടെ കളക്ടറുള്ള ഈ സർക്യൂട്ടിൽ നിന്നും ഇവിടേക്ക് എത്തുന്നത് ഇതിൻ്റെ വേരിയേഷൻ മാത്രമാണല്ലേ. ഇവിടെ ഉണ്ടാകുന്ന കറണ്ട് വേരിയേഷൻ മാത്രമാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് മാത്രമായിരിക്കും? AC മാത്രമേ ഇപ്പുറത്തേക്ക് എത്തുള്ളൂ. ACയുടെ എഫക്റ്റ് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ നമ്മുടെ ലോഡിന് അക്രോസ്. DC എന്ത് ചെയ്യില്ല? അങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകില്ല. അത് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ കൺസെപ്റ്റാണ്, ആലോചിച്ചാൽ മതി.
വേരിയേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഡി സിക്ക് അപ്പുറത്തിരിക്കുന്ന സർക്യൂട്ടിൽ ഇഫക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് വേരിയിങ്. അത് ശ്രദ്ധിച്ചോളാം. അപ്പോൾ അതാണ് ഈ എഴുതിയിരിക്കുന്നത്. സിൻസ് ദ ലോഡ് ഈസ് നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ടു ദ കളക്ടർ ടെർമിനൽ, ദ ഡി സി കളക്ടർ കറണ്ട് ഡസ് നോട്ട് പാസ് ത്രൂ ഇറ്റ്. അപ്പോൾ ഡി സിയിലൂടെ വരുന്ന കളക്ടറിലൂടെ വരുന്ന ഡി സി കറണ്ട് എന്ത് ചെയ്യുന്നില്ല, ലോഡ് വഴി പാസ് ചെയ്യുന്നില്ല. ഓക്കെ, ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഡ്രോപ്പ് ICQ² RC എന്ന ഡ്രോപ്പിനെ നെഗ്ലക്റ്റ് ചെയ്യാം. അതിവിടെ ഇല്ല. നെഗ്ലക്റ്റ് ചെയ്യാമെന്നല്ല, അതില്ല. അങ്ങനെ ഒരു ഡ്രോപ്പ് ഇവിടെ ഇല്ല. കാരണം കളക്ടർ വഴിയല്ല ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈ റെസിസ്റ്റർ വഴിയല്ല ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഇൻ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ് ഈസ് 0. ഓക്കെ, അപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമറാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ആക്ച്വൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു വയറാണ്. അതിൽ ചെറിയ റെസിസ്റ്റൻസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ നമ്മൾ ഐഡിയൽ കേസായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ റെസിസ്റ്റൻസിനെ നെഗ്ലക്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസ്ഫോമർ വഴി ഒരു ഡയറക്റ്റ് കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഒന്നുമില്ല എങ്കിൽ അതിനെ ക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പും ഉണ്ടാകില്ല. അപ്പോൾ ഓർക്കുക, എന്താ വോൾട്ടേജ് ഡ്രോപ്പ്? ഒരു വയർ വഴി കറണ്ട് ഫ്ലോ ചെയ്ത് പോകണമെങ്കിൽ ആ വയർ ഇതിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒപ്പോസിഷൻ എഗൻസ്റ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ആദ്യം തുടങ്ങിയ എനർജി, ഇപ്പോൾ ഈ ഒരു വയർ കൺസിഡർ ചെയ്യാം, ഇവിടെ നിന്നും ഒരു കറണ്ട് അതിനിപ്പുറത്തേക്ക് എത്തണം. അപ്പോൾ ഈ വയർ ഇതിനെ ഒപ്പോസ് ചെയ്യുകയാണെന്ന് വിചാരിച്ചോ കറണ്ടിന്. അപ്പോൾ ഈ കറണ്ട് എന്ത് ചെയ്യേണ്ടി വരും? കറണ്ടല്ല, പുറത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു വർക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അതായത് ഇതിന് ഇവിടെ ഉണ്ടായിരുന്ന എനർജി പൊട്ടൻഷ്യൽ ഇത്രയുമാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ആ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കുറയും. സം വാല്യൂ അല്ലേ. ഇവിടെ ഉണ്ടായിരുന്ന പൊട്ടൻഷ്യൽ ഇവിടെ എത്തുമ്പോൾ കുറഞ്ഞു. കാരണം എന്താ? ഒരു വർക്ക് ചെയ്താൽ മാത്രമേ ഇതിന് ഇവിടെ നിന്നും ഇവിടേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. കാരണം ഈ പോർഷൻ ഈ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഈ കുറഞ്ഞ എമൗണ്ടാണ് ഇതിന് അക്രോസ് ഉണ്ടായ വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ. അതാണ് ബേസിക് കൺസെപ്റ്റ്. EMFൻ്റെ കൺസെപ്റ്റാണത്. അപ്പോൾ ഇവിടെ എന്തില്ല? നമ്മൾ കൺസിഡർ ചെയ്യാണ് ട്രാൻസ്ഫോമർ വൈൻഡിങ്ങിന് 0 റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ DC പാസ് ചെയ്താലും ഒരു കുഴപ്പമില്ല, ഒരു റെസിസ്റ്റൻസും ഇല്ല. ഒരു വർക്കും ചെയ്യാതെ അതിന് അപ്പുറത്തേക്ക് ഈ വൈൻഡിങ്ങിൻ്റെ ഒരു വശത്ത് നിന്നും അപ്പുറത്തെ വശത്തേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് 0, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒന്നുമില്ല. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. സോ DC പവർ ലോസ് ഇൻ ദ ലോഡ് ഈസ് 0. അപ്പോൾ എന്താണ്? DC കൊണ്ടുള്ള പവർ ലോസ് എവിടെ ഇല്ല? RL ഇല്ല. കാരണം RL എന്തില്ല? ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ RL എവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? മറ്റൊരു സർക്യൂട്ടിലാണ്, ഒരു ഐസൊലേറ്റഡ് സർക്യൂട്ടിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കളക്ടറുമായിട്ട് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ ഈസ് അസ്യൂംഡ് ടു ബി ഐഡിയൽ. അതുകൊണ്ട് അതിനകത്ത് വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. എന്തുകൊണ്ട്? DC കൊണ്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. ഓക്കെ, DC കൊണ്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഇല്ല. DCയെ ബൈപ്പാസ് ചെയ്യുന്നതായിട്ട് കണക്കാക്കാം. അപ്പോൾ DCയുടെ എഫക്റ്റ് എവിടെ ഉണ്ടാവില്ല? RL ഉണ്ടാവില്ല. സോ DC പവർ ലോസ് ഇൻ ദ ലോഡ് ഈസ് 0. ഓക്കെ, ഇനി ആക്ച്വൽ കേസിൽ ഒരു ചെറിയ DC റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ പവർ ലോസ് ഉണ്ട്. അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാം, നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, ആക്ച്വലി ആ വയർ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ട്. DC പാസ് ചെയ്താൽ ഒരു ചെറിയ ഡ്രോപ്പ് ഉണ്ട്. അത് നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വിചാരിക്കാം? ഈ സെല്ലിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് പവറും എവിടേക്ക് എത്തുന്നു എന്ന് നമുക്ക് വിചാരിക്കാം? ട്രാൻസിസ്റ്ററിലേക്ക് എത്തുന്നു. ഒന്നും തന്നെ ഇവിടെ ഈ ഭാഗത്ത്, നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ ഭാഗത്ത് ഒന്നും തന്നെ ഡ്രോപ്പ് ആവുന്നില്ല. കംപ്ലീറ്റ് പൊട്ടൻഷ്യലും എവിടേക്ക് എത്തിച്ചേരുന്നു?
അല്ലെങ്കിൽ കംപ്ലീറ്റ് പൊട്ടൻഷ്യലല്ല, കംപ്ലീറ്റ് പവറും എവിടേക്ക് എത്തിച്ചേരുന്നു? ട്രാൻസിസ്റ്ററിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, പിന്നെ ഒരു റിലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്, ഏത് രീതിയിലാണ് ഇതിലുള്ള ട്രാൻസ്ഫോമർ വൈൻഡിങ്സും ആ റെസിസ്റ്റൻസും തമ്മിലുള്ള കണക്ഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറിയിൽ ഡ്രോപ്പ് ഒന്നുമില്ല, അതുകൊണ്ട് VCC എന്ന് പറയുന്നത് തന്നെയാണ് VCEQ. VCEQ എന്ന് പറയുന്നത് ട്രാൻസിസ്റ്ററിന് കിട്ടുന്ന പൊട്ടൻഷ്യലാണ്. അത് എന്ത് തന്നെ ആയിരിക്കും? ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ തന്നെ ആയിരിക്കും, കാരണം ഇടയ്ക്ക് ഡ്രോപ്പ് ഒന്നുമില്ല. ഓക്കെ, നൗ ഓൾ ദ പവർ സപ്ലൈഡ് ബൈ VCC ഈസ് ഡെലിവേർഡ് ടു ദ ട്രാൻസിസ്റ്റർ. അപ്പോൾ നമ്മുടെ പവർ സപ്ലൈയിൽ നിന്ന് കിട്ടുന്ന കംപ്ലീറ്റ് പവറും ട്രാൻസിസ്റ്ററിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഓവറോൾ എഫിഷ്യൻസിയും കളക്ടർ എഫിഷ്യൻസിയും ഈക്വൽ ആകുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? കളക്ടർ എഫിഷ്യൻസിയുടെയും ഓവറോൾ എഫിഷ്യൻസിയുടെയും ഡെഫിനിഷൻ ഒന്ന് നോക്കണം. അതിൽ എവിടെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത് നോക്കണം. രണ്ട് എഫിഷ്യൻസിയുടെ കേസിലും ഔട്ട്പുട്ട് ന്യൂമറേറ്ററിൽ എന്താ വരേണ്ടുന്നത്? ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് AC പവർ തന്നെയാണ്, അത് എപ്പോഴും സെയിം തന്നെ. പിന്നെ ഡിനോമിനേറ്ററിൽ എന്ത് വരണം? ഇൻപുട്ട് വരണം. ഓവറോൾ എഫിഷ്യൻസി ആകുമ്പം ഡിനോമിനേറ്ററിൽ വരുന്നത് ടോട്ടൽ ഇൻപുട്ട് പവറാണ്, ബാറ്ററിയിൽ നിന്നും ഡ്രോ ചെയ്ത ഇൻപുട്ട് പവറാണ്. കളക്ടർ എഫിഷ്യൻസി ആകുമ്പോൾ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് കളക്ടറിന് കിട്ടിയ ഇൻപുട്ട് പവറാണ്. അപ്പോൾ ഈ കേസിൽ ട്രാൻസ്ഫോമർ കപ്പിളുടെ കേസിൽ രണ്ട് ഇൻപുട്ട് പവറും ഈക്വൽ ആകുന്നു അല്ലേ? രണ്ട് ഇൻപുട്ട് പവറും ഈക്വൽ ആകുന്നു. അപ്പോൾ ഓവറോൾ എഫിഷ്യൻസിയും കളക്ടർ എഫിഷ്യൻസിയും ഈക്വൽ ആകും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം: ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ POAC ബൈ VCC എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? VCEQ ഇൻറ്റു ICQ. അപ്പോൾ ഇതാണ് ഓവറോൾ എഫിഷ്യൻസി. അപ്പോൾ ഇത് ഓവറോൾ എഫിഷ്യൻസി, ഇത് ഓവറോൾ എഫിഷ്യൻസി, ഇത് കളക്ടർ എഫിഷ്യൻസി. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട്, ഈ രണ്ട് ടേമും ഈക്വൽ ആയതുകൊണ്ട് കളക്ടർ എഫിഷ്യൻസിയും ഓവറോൾ എഫിഷ്യൻസിയും ഈക്വൽ ആകുന്നു. ഇനി നമ്മൾ പവർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പവർ ഡയഗ്രാം വരയ്ക്കുന്നത്? ആദ്യം y ആക്സിസിൽ VCC മാർക്ക് ചെയ്യുക, VCE മാർക്ക് ചെയ്യുക, VCE ആണ്. ഇങ്ങോട്ടേക്ക് IC അല്ലേ, കളക്ടർ. y ആക്സിസിൽ കളക്ടർ കറണ്ടും x ആക്സിസിൽ കളക്ടർ എമിറ്റർ വോൾട്ടേജും മാർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മുടെ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ്റെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. മറ്റേ ഇത് കമ്പയർ ചെയ്ത് പഠിക്കുക. നമ്മൾ ആദ്യം വരച്ച ഡയറക്റ്റ് കപ്പിൾഡ് ആകുമ്പോൾ എങ്ങനെയായിരുന്നു വരിക? ഒന്ന് ജസ്റ്റ് അതൊന്ന് കമ്പയർ ചെയ്യുക. ഇങ്ങനെയാണ് അത് വരിക. ഇതുണ്ടോ? ഇത് VCC, അതായത് മാക്സിമം എത്ര വരെ പോകാൻ പറ്റുള്ളൂ? VCC വരെ പോകാൻ പറ്റുള്ളൂ അല്ലേ? മാക്സിമം സിഗ്നലിൻ്റെ വോൾട്ടേജ് VCC വരെ പോകാൻ പറ്റുള്ളൂ. ഇവിടെയാണ് VCEQ വരിക അല്ലേ? VCEQ നടുക്ക് വരും. എന്നിട്ട് ഇത്രയുമാണ് നമ്മുടെ റെസിസ്റ്ററിൽ ലോസ് ചെയ്യുന്നത്. ബാക്കി ഇത്രയും ട്രാൻസിസ്റ്ററിൽ വരുന്ന ഡിസിപ്പേഷനാണ്. ഇതാണ് നമ്മുടെ AC ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ട്രാൻസ്ഫോമർ കപ്പിൾഡിൽ ഈ A എന്ന സെക്ഷൻ ഇല്ല, റെസിസ്റ്റർ വഴി ഡ്രോപ്പ് ഒന്നുമില്ല. അപ്പോൾ എങ്ങനെ വരയ്ക്കാം? ഇത് കംപ്ലീറ്റ് ആകും അല്ലേ? ഇത് ഇത്രയും കംപ്ലീറ്റ് ട്രാൻസിസ്റ്ററിലേക്ക് കിട്ടുന്നതാണ്. അതിൻ്റെ പകുതി എന്ത് കിട്ടും? നമ്മുടെ AC ഔട്ട്പുട്ട് പവറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആ പിക്ചർ ഒന്ന് നോക്കാം. ക്ലിയർ ആയല്ലോ അല്ലേ? അതായത് നമ്മുടെ ഈ റെസിസ്റ്ററിന് അക്രോസ് വരുന്ന ഡ്രോപ്പ് ഉണ്ടല്ലോ, അതാണ് ഈ A സെക്ഷനിൽ കാണിച്ചിരിക്കുന്നത്. അതില്ല ഇനി വരയ്ക്കാൻ പോകുന്നതിൽ ട്രാൻസ്ഫോമർ കപ്പിളിൽ. ഈ സെക്ഷൻ മാത്രമേ കാണുള്ളൂ. ഈ സെക്ഷൻ മാത്രമേ കാണുള്ളൂ എന്ന് വെച്ചാൽ മൊത്തം ഇത്രയും പവർ എന്തായാലും കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെയാവും അല്ലേ? അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. കണ്ടോ പവർ ഡയഗ്രാം? ഇങ്ങനെ മാറിയത് കണ്ടോ? VCEQ VCC ആയി, ഇത്രയും എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ പകുതി, ഇത് ശ്രദ്ധിച്ചോളേ, നേരത്തെ ഇത് വന്നത് ഇവിടെ നടുക്ക് ഭാഗത്തായിരുന്നു. VCEQ എന്ന് പറയുന്നത് ഹാഫ് VCC ആയിരുന്നു.
അത് ശ്രദ്ധിച്ചോളണം. ഇപ്പം VCEQ എന്ന് പറയുന്നത് VCC തന്നെയാണ്. അത് കംപ്ലീറ്റ് നീണ്ട് എവിടേക്ക് കിട്ടുന്നു? ട്രാൻസിസ്റ്ററിന് കിട്ടുന്ന ടോട്ടൽ പവറായിട്ട് മാറുന്നു. അപ്പോൾ ആ ട്രാൻസിസ്റ്ററിന് കിട്ടുന്ന പവറിൻ്റെ പകുതി നമ്മുടെ AC ഔട്ട്പുട്ട് പവറും ബാക്കിയുള്ളത് ട്രാൻസിസ്റ്ററിൽ കൂടെ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവറുമാണ്. ഓക്കെ, അപ്പോൾ അതും നോക്കുക. എന്നിട്ട് ഓവറോൾ എഫിഷ്യൻസിയുടെ ഒരു എക്സ്പ്രഷനൊക്കെ ഡിറൈവ് ചെയ്യാൻ പറ്റും, അതും ഒന്ന് നോക്കുക. ഓക്കെ, നേരത്തെ ഇത്ര ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് 25 അടുത്താണ് വന്നത്. ഇവിടെ എത്ര കിട്ടും? 50% ആണ്. ഇട്ട് കൊടുത്താൽ മതി. അതിൽ VCEQ എന്ന് പറയുന്നത് VCC ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് മാക്സിമം ഓവറോൾ എഫിഷ്യൻസിയാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. VCEQ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? VCC ആണ്. ആവറേജ് പവർ ഡെലിവേർഡ് ബൈ ദ ബാറ്ററി. ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് VCC ഇൻറ്റു ICQ. ഓക്കെ, ഈ കംപ്ലീറ്റ് പവറും ട്രാൻസിസ്റ്ററിലേക്ക് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടുന്നത്, അപ്പോൾ ഇൻപുട്ടായി നമുക്ക് ഔട്ട്പുട്ട് വേണം. RMS ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് VCC ബൈ √2. കാരണം എന്താ, സാധാരണ നമ്മൾ എഴുതുന്നത് VCEQ ആണ് ഇതിൻ്റെ പീക്ക് വോൾട്ടേജ് അല്ലേ, പീക്ക് ബൈ √2. സാധാരണ കേസിൽ എത്ര വരെ പോകാം? ട്രാൻസിസ്റ്ററിന് എക്രോസ് കിട്ടുന്ന മാക്സിമം വോൾട്ടേജ് ഇത് നോക്കിയാൽ മതി. അപ്പോൾ അതിൽ മാക്സിമം എത്ര വരെ പോകാം? പിക്ചർ നമ്മൾ വരയ്ക്കുമ്പം, അതായത് പീക്ക് വോൾട്ടേജ് അല്ലേ, പീക്ക് ടു പീക്ക് അല്ല, പീക്ക് വോൾട്ടേജ് ബൈ VM ബൈ √2 അല്ലേ. ആ പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് VCEQ ആണ്. VCEQ വരെയാണ് മാക്സിമം വോൾട്ടേജ് കൊടുക്കാൻ പറ്റുന്നത്. അത് ബൈ √2. അപ്പോൾ ഈ കേസിൽ VCEQ എന്താവും എന്നാണ് പറഞ്ഞത്? VCC ആകും അല്ലേ. അതാണ് എന്തെഴുതിയിരിക്കുന്നത്? VCC ബൈ √2 എന്ന് എഴുതിയിരിക്കുന്നത്. അതാണ് ഇവിടെ വന്ന വ്യത്യാസം, അത് മനസ്സിലാക്കുക. സാധാരണ കേസിൽ, അതായത് നേരത്തെ ഡയറക്റ്റ് കപ്പിൾഡൊക്കെ എഴുതുമ്പം നമ്മൾ ഈ RMS ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VCEQ ബൈ √2 എന്നാണ് എടുക്കുന്നത്. ഓക്കെ, അതായത് പീക്ക് വോൾട്ടേജ് ബൈ √2 RMS വാല്യൂ. അപ്പോൾ അതിന് പകരം VCEQന് പകരം ഇവിടെ VCC എഴുതാം ട്രാൻസ്ഫോമർ കപ്പിൾഡിൻ്റെ കേസിൽ. RMS ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് പീക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ICQ ആണ്, ഡിവൈഡഡ് ബൈ √2. അപ്പോൾ മാക്സിമം എത്ര കിട്ടും? VCC ബൈ √2 ഇൻറ്റു ICQ ബൈ √2. അപ്പോൾ ഹാഫ് ഇൻറ്റു VCC ഇൻറ്റു ICQ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? ദിസ് ഈസ് ഇതെന്ന് പറയുന്നത് ഇൻപുട്ട് AC പവറിൻ്റെ പകുതിയേ ആകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് ഓവറോൾ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് VCC ഇൻറ്റു ICQ ബൈ 2 അല്ലേ, ഈ വാല്യൂ ഇതാണ് ഇവിടെ വന്നത്. ഇൻപുട്ട് എന്ന് പറയുന്നത് VCC ഇൻറ്റു ICQ. അപ്പോൾ എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. അതാണ് നമ്മുടെ ഓവറോൾ എഫിഷ്യൻസി. മാക്സിമം വാല്യൂ എത്ര വരും? 50% എന്ന് വരുമെന്ന് പറഞ്ഞത്. പിന്നെ ശ്രദ്ധിക്കുക, ഇവിടെ മാക്സിമം എന്നുകൊണ്ട് എന്താ ഇവിടെ വന്നത്? മാക്സിമത്തിൻ്റെ എഫക്റ്റ് വന്നത് എവിടെയാണ്? കാരണം നമ്മുടെ സിഗ്നലിന് നമ്മളിപ്പോൾ മാക്സിമം വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. സിഗ്നലിന് എത്ര? 0 മുതൽ VCEQ വരെയാണ് അതിന് വേരി ചെയ്യാൻ പറ്റുന്നത് അല്ലേ. VCEQ വരെ അതിന് വേരി ചെയ്യാം. അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ എടുത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇത് മാക്സിമം വാല്യൂ ഓഫ് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളിപ്പോൾ പ്രോബ്ലത്തിൽ ഇപ്പോൾ സിഗ്നലിൻ്റെ വോൾട്ടേജ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് എഫിഷ്യൻസി ആയിരിക്കും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൻ്റെ മാക്സിമം എത്ര വരെ കിട്ടുമെന്ന് ചോദിച്ചാൽ സിഗ്നലിന് മാക്സിമം എത്ര വരെ പോകാൻ പറ്റും? VCEQ വരെ. ഈ കേസിൽ VCEQ എന്ന് പറഞ്ഞാൽ VCC ആയതുകൊണ്ട് VCC വരെ പോകാൻ പറ്റും. അപ്പോൾ എങ്ങനെ എടുക്കാൻ പറ്റും? മാക്സിമം വാല്യൂ ആയിട്ട് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, 50% ആണ് ഇതിൻ്റെ മാക്സിമം എഫിഷ്യൻസി.